ഉപയോഗിക്കാത്തതും പഴയതും കാലാവധി കഴിഞ്ഞതുമായ മരുന്നുകൾ സംസ്കരിക്കാൻ പൊതുജനങ്ങളെ സഹായിക്കുന്നതിന് ഇന്ത്യയിലെ മരുന്ന് നിയന്ത്രണ ഏജൻസിയായ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. വളർത്തുമൃഗങ്ങൾക്കും പരിസ്ഥിതിക്കും ദോഷം വരാതിരിക്കാൻ ഇവ പറമ്പിലും മറ്റും വലിച്ചെറിയുന്നത് ഒഴിവാക്കാനാണ് നിർദ്ദേശം. വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെ മറ്റുള്ളവർക്ക് ആകസ്മികമായി ദോഷം വരുത്താതിരിക്കാൻ ചില മരുന്നുകൾ സിങ്കിലോ ടോയ്ലറ്റിലോ ഫ്ലഷ് ചെയ്ത് കളയാനാണ് CDSCO മാർഗനിർദ്ദേശങ്ങളിൽ ശുപാർശ ചെയ്യുന്നത്. 17 മരുന്നുകളാണ് ഈ ഫ്ലഷ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായും ഡോസ് കൂടുതലുള്ള ഒപ്പിയോയിഡുകളും ഫെന്റനൈൽ സിട്രേറ്റ്, മോർഫിൻ സൾഫേറ്റ്, ബ്യൂപ്രനോർഫിൻ, ഡയസെപ്പാം, ട്രമാഡോൾ, മെത്തഡോൺ ഹൈഡ്രോക്ലോറൈഡ്, ഓക്സിക്കോഡോൺ തുടങ്ങിയ നിയന്ത്രിത മരുന്നുകളാണ് ഈ ലിസ്റ്റിലുള്ളത്. ചെറിയ അളവിൽ പോലും ഈ മരുന്നുകളുടെ ദുരുപയോഗം മാരകമായേക്കാം. വേദന സംഹാരിയായും മാനസികാരോഗ്യം അല്ലെങ്കിൽ നാഡീവൈകല്യങ്ങൾ എന്നിവയ്ക്കൊക്കെയാണ് ഈ മരുന്നുകൾ സാധാരണഗതിയിൽ ആരോഗ്യ വിദഗ്ധർ കുറിച്ച് നൽകുന്നത്. എന്നാൽ ഈ മരുന്നുകൾക്ക് ആസക്തി, ദുരുപയോഗം, ആകസ്മികമായ അമിത അളവ് എന്നിവയ്ക്കുള്ള ഉയർന്ന അപകട സാധ്യതയുണ്ട്. ഇത് കണക്കിലെടുത്ത് പ്രത്യേക നിർമ്മാർജ്ജന മുൻകരുതലുകൾ ആവശ്യമാണെന്ന് CDSCO പറയുന്നു. ഡോക്ടർമാർ മരുന്ന് നിർദ്ദേശിച്ച വ്യക്തി അല്ലാതെ മറ്റാരെങ്കിലും ഇത് കഴിച്ചാലും അപകടമാണ്. മരുന്ന് യഥാർത്ഥത്തിൽ കഴിക്കേണ്ട വ്യക്തിയല്ലാതെ മറ്റാരെങ്കിലും ഒരു ഡോസ് മാത്രം കഴിച്ചാലും പ്രത്യാഘാതം വലുതായിരിക്കും. വീട്ടിലെ ആളുകൾക്കും വളർത്തുമൃഗങ്ങൾക്കും അപകടം ഉണ്ടാകാതിരിക്കാൻ പൊതുജനങ്ങൾ കാലഹരണപ്പെട്ടതോ ആവശ്യമില്ലാത്തതോ ഉപയോഗിക്കാത്തതോ ആയ ഈ ലിസ്റ്റിൽ പറയുന്ന മരുന്നുകൾ സിങ്കിലോ ടോയ്ലറ്റിലോ കളയണമെന്നാണ് നിർദ്ദേശം. കാലഹരണപ്പെട്ട മരുന്നുകൾ സംസ്കരിക്കാൻ പൊതുജനങ്ങളെ സഹായിക്കുന്നതിന് സംസ്ഥാന മരുന്ന് നിയന്ത്രണ വകുപ്പുകളും പ്രാദേശിക തലത്തിലുള്ള മരുന്ന് വിദഗ്ധരുടെ അസോസിയേഷനുകളും മരുന്ന് നിർമ്മാർജ്ജന പരിപാടികൾ ആവിഷ്കരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൗരന്മാർക്ക് പഴയ മരുന്നുകൾ സുരക്ഷിതമായി ഉപേക്ഷിക്കാൻ കഴിയുന്ന നിയുക്ത സ്ഥലങ്ങൾ ഈ സംരംഭങ്ങൾ സ്ഥാപിക്കും. ശേഖരിച്ച മരുന്നുകൾ സംസ്ഥാന ഡ്രഗ് ലൈസൻസിംഗ് അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ സംസ്കരിക്കും.